നീ ചൊരിഞ്ഞ തിരുനീളം സഹനത്തിൻ്റെ ഏകാന്തതയിൽ എനിക്കു തുണയായിരിക്കും. കുഞ്ഞില് ഫിസിക്സ് ക്ലാസ്സിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു ഓർക്കുന്നുണ്ട്. ചോദ്യം ഇതായിരുന്നു: പ്രകാശമാണോ ശബ്ദമാണോ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഒന്നും അറിയാത്ത ക്ലാസ് മുറിയിലെ കുട്ടികൾക്ക് വ്യത്യസ്തമായ ഉത്തരം ഉണ്ടാകുമല്ലോ. ഇൻ ദ ഗോസ്പലിൽ യേശു ഒരു ടീച്ചിങ് നൽകുകയാണ്. ആ ടീച്ചിങ് ഇതാണ്: വാക്കാണോ പ്രവൃത്തിയാണോ ആദ്യം ഉടലെടുക്കേണ്ടത്? യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ആദ്യം വാക്കുകളാണ്, പിന്നീടാണ് പ്രവൃത്തി. എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. വാക്കുകളുടെ ശക്തിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ദ ഗോസ്പൽ പാസേജ്. നമ്മളൊക്കെ ഓർക്കണം, വെറുതെ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് അത് പൂർത്തിയാകുന്നതും പൂർത്തിയാകേണ്ടിയിരിക്കുന്നതൊക്കെ വചനത്തിൽ വായിക്കുന്നില്ലേ? അതാണ് വാക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്ന വാക്കുകളൊക്കെ നന്മയായി തീർന്നെങ്കിൽ നമ്മൾ പറയേണ്ട വാക്കുകളും നന്മയായിരിക്കണം. പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുന്ന നന്മയും നിഷ്കളങ്കതയും സ്നേഹവുമൊക്കെ ഒരിക്കലും വറ്റാതിരിക്കട്ടെ.